ശ്രീമതി അശ്വതി ബാഹുലയൻ രചിച്ച പൂച്ച കുറിഞ്ഞി എന്ന കഥയുടെ ശബ്ദരൂപം. ശബ്ദം നൽകുന്നത് ആതിര. വെളുത്ത നിറമുള്ള തൊടുത്ത പൂച്ച കുറിഞ്ഞി നിത്യ സന്ദർശകയാണ് നിതിനയുടെ വീട്ടിൽ. അവൾ എന്നും സുന്ദരി പൂച്ചയോട് കിന്നാരം പറയും. നിതിനെ നോക്കി കാത് കൂർപ്പിച്ചിരിക്കും പൂച്ച കുറിഞ്ഞി. നിതിനയുടെ വീട്ടിൽ ഒരു ചെന്തെങ്ങ് കുലകുലയായി കാച്ചു നിന്ന നേരം ഒരു ദിനം പൂച്ചക്കുറിഞ്ഞി ആ തെങ്ങിൽമേൽ ചാടിക്കയറി. മുഴുവനും കയറാനും മുമ്പ് നിതിനെ അതിനെ കണ്ട് ചോദിച്ചു, എന്താ കയറാൻ നിനക്ക് കഴിയുന്നില്ലേ? എൻ്റെ സഹായം വേണോ? പെട്ടെന്ന് വെള്ളച്ചി കയറ്റം നിർത്തി നിതിനെ തറപ്പിച്ചു നോക്കിയ മാത്രയിൽ പിടിവിട്ട് താഴെ വീഴുമോ എന്ന് ശങ്കിച്ച് വെള്ളച്ചി നാണം കൊണ്ട് താഴെ ചാടി അതിൻ്റെ പാട്ടിന് പോയി. 2-3 ദിവസം പിന്നെ വെള്ളച്ചി ആ വഴി വന്നില്ല. 3-ാം നാൾ പടിക്കൽ അവളുടെ കരച്ചിൽ കേട്ട് നിതിന ചെന്ന് നോക്കി. അവളെ നോക്കി ദയനീയമായി വാ പൊളിച്ചു കരയുന്നു. ഇന്നെന്താ നിനക്ക് ഇത്ര സങ്കടം? 2-3 ദിവസമായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? അവളുടെ ചോദ്യം കേട്ട് അപ്പുറത്തേക്ക് നോക്കി അവൾ വീണ്ടും കരഞ്ഞു. വെള്ളച്ചി നോക്കിയ ദിക്കിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നു അവളുടെ കൂട്ടുകാരൻ. ചുമ്മാതല്ല നീ ഇത്രയും സങ്കടപ്പെട്ടത്. എന്താ കൂട്ടുകാരനെയും കൂട്ടി എത്തിയത്? വിശക്കുന്നുണ്ടാവുമല്ലേ? അവൾ അകത്തുപോയി അല്പം ചോറ് മീൻകറി ഒഴിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. 2ആളും കൂടി അത് ഭക്ഷിച്ചു. എന്താ സന്തോഷമായോ? ഒന്നുകൂടി നിതിനെ നോക്കി നന്ദി പറഞ്ഞതാവും. എന്നിട്ട് 2ആളും കൂടി മതിൽ ചാടിക്കടന്ന് എങ്ങോട്ടോ പോയി. പോകുന്നത് കണ്ടപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, നാളെയും വരണോട്ടോ കൂട്ടുകാരനെയും കുട്ടി. പിറ്റേന്ന് വെള്ളച്ചി വീണ്ടും വന്നു. പക്ഷെ കൂട്ടുകാരൻ വന്നില്ല. അവൾ തിരക്കി, ഇന്നെന്താ കൂട്ടുകാരനെവിടെ? ഓ, നിന്റെ കൂട്ടുകാരന് വേറെ കൂട്ടുകാരത്തിയോ കാണുമല്ലേ? ഇന്നവൻ അങ്ങോട്ട് പോയതാവും. നിതിനയുടെ പിറകെ നടന്നവൾ എന്തോ പറയാനുണ്ടെന്ന മട്ടിൽ. ഇന്ന് കരച്ചിലൊന്നുമില്ല വെള്ളച്ചിക്ക്. ഇന്ന് നിനക്ക് ഞാൻ ചോറ് തരുന്നില്ല, കുറച്ച് പാല് തരാം. എന്താ സന്തോഷമായോ? അവൾ അകത്തുപോയി കുറച്ച് പാല് കൊണ്ടുവന്ന് വെള്ളച്ചിക്ക് ഒഴിച്ചു കൊടുത്തു. അവൾ അത് നക്കി കുടിച്ചു. ഇന്ന് നീ എനിക്ക് ചെന്തെങ്കിൽ നിന്ന് ഇളനീര് പറിച്ചു തരണോട്ടോ. ഇന്നലെ നിന്റെ ഉദ്യമം പാളിയതല്ലേ? വെള്ളച്ചി നിതിനെ ദയനീയമായി ഒന്ന് നോക്കി മനസ്സിൽ പറഞ്ഞു, ഓ, അവളുടെ ഒരു ഡിമാൻഡ്. ഒരു തുള്ളി പാൽ അവൾ എനിക്ക് തന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? ഈ വലിയ തെങ്ങിൽ കയറി ഞാൻ അവൾക്ക് ഇളനീര് കൊടുക്കണമത്രേ. ഒന്നതിൽ കയറാൻ നോക്കി, ശരിയാ. അതിനായി ഈ പെണ്ണ് എന്നെ കളിയാക്കുന്നത്. നിന്നോട് ഞാൻ മിണ്ടില്ല. മൗനം ഭജിച്ചുകൊണ്ട് വെള്ളച്ചി എങ്ങോ ചാടിപ്പോയി. നിതിന കുറച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നാളെ ഞാൻ ഇവിടെ ഇല്ല കേട്ടോ. നീ വന്നാലും ഒന്നും തരാൻ ആരും ഉണ്ടാവില്ല. വെള്ളച്ചി കേട്ടതായി പോലും ഭാവിക്കാതെ എങ്ങോ മറഞ്ഞു. നിതിന അകത്തേക്ക് കയറിപ്പോയി. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ വെള്ളച്ചിയെ പറ്റിച്ചു. അവൾ എന്നെ രൂക്ഷമായി നോക്കിയിട്ട് പോയി. പിന്നെ നിന്റെ കള്ളത്തരം അതിന് മനസ്സിലാവുകയല്ലേ? പോടി അവിടുന്ന്. നിതിന് മുറിയിലേക്കും വെള്ളച്ചി അതിൻ്റെ പാട്ടിനും പോയി.